അസ്സലാമു അലൈക്കും. എന്താണ് പറയേണ്ടത് എന്നറിയില്ല. നമ്മളൊക്കെ മക്കളെ കൂടെ ഓടിക്കളിക്കേണ്ട ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ സ്ഥിതി പടച്ചോൻ ആർക്കും വരുത്താതിരിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ, 6-ാം മാസം കുട്ടിക്കൊരു വാക്സിനേഷൻ കൊടുത്തതാണ്. ഇപ്പോഴും കുട്ടി തലയുറച്ചിട്ടില്ല, എഴുന്നേറ്റ് നടന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു സങ്കടാവസ്ഥ കണ്ടിട്ട് സഹായിക്കാൻ കഴിയാത്തവരാണെങ്കിൽ സുമനസ്സുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണം. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പോലും അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. പാടിയിൽ താമസിക്കുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണിത്. കഴിയാവുന്നവർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരു മാസത്തേക്ക് ഇവർക്ക് 40,000 രൂപയാണ് വേണ്ടത്. നിത്യചെലവിന് പോലും മറ്റുള്ള ആളുകൾ കൊടുത്തിട്ടാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. കുട്ടിയുടെ വാപ്പയ്ക്ക് ഞാൻ കാണിച്ചതുപോലെ, വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കുട്ടിയുടെ വാപ്പയുടെ ശാരീരികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്കിനി ഒന്നിനും സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സുമനസ്സുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എൻസമോളെ, മോൾ, എന്താണ് എൻസമോക്ക് എന്താ സംഭവിച്ചേ? മോള് ജനിച്ച 6 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് പോളിയോ വാക്സിൻ എടുത്തിട്ട് മോള് തളർന്നു പോയി, ശരീരം മുഴുവനായിട്ട് തളർന്നിട്ട് അവസ്മാരം വന്നു. 6-ാം മാസം? ഇപ്പൊ എത്ര വയസ്സുണ്ട് നോക്ക്? 5 വയസ്സ്. 5 വയസ്സ്. എന്താണ് നിങ്ങൾ ആരെയാ ഇപ്പൊ കാണിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ ആദ്യം 2 വർഷം മൈസൂര് കാണിച്ചിരുന്നു. പിന്നെ സാമ്പത്തിക കുറവായതുകൊണ്ട് നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാത്തോണ്ട് മോള് സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല, കഴുത്തുറച്ചിട്ടില്ല, ഇരിക്കൂല, നടക്കൂല, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ മൈസൂരേക്ക് തന്നെ ട്രീറ്റ്മെന്റിന് പോകണം. അപ്പം ഇതുവരെ കഴുത്തുറച്ചിട്ടില്ല. 6-ാം മാസം കുട്ടിക്ക് പോളിയോ വാക്സിനേഷൻ കൊടുത്തതിന്റെ ശേഷമാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു അതുകൊണ്ടാണ് വാക്സിൻ ആയതാണ്. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോ മൈസൂരേക്ക് തന്നെ കൊണ്ടുപോകണം. മൈസൂർ എവിടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? മൈസൂർ വിവാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സെന്റർ ഉണ്ട്. അവിടെ ഫിസിയോതെറാപ്പി ചെയ്യണം, പിന്നെ സ്പീച്ച് തെറാപ്പി ചെയ്യണം, പിന്നെ അപസ്മാരത്തിന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട്. ഒരു ദിവസം 700 രൂപ ഫീസ് വരുന്നുണ്ട് നമുക്ക്. ഒരു ദിവസം 700 രൂപ കുട്ടിക്ക് മാത്രം? ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ? ഭക്ഷണം കഴിക്കാൻ ലിക്വിഡായിട്ട് മാത്രമേ കഴിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു മോളാണോ? അതെ, ഒരു മോൾ. ശരിയാ. എത്ര ഇപ്പം എന്താ പറയാ, നിങ്ങള് മൈസൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട്? മൈസൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ 3 വർഷമായി. 2 വർഷം അവിടെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ശരിക്കും ട്രീറ്റ്മെന്റ് കിട്ടായിട്ട് പഴയതുപോലെയായി. പിന്നെ ഇപ്പൊ ഈ ടൈമിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് പിടിച്ചു നിൽക്കാനുള്ള രീതിയിൽ ആക്കിത്തരാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു മോള്? ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ളപ്പോ ബെറ്റർ ആയിരുന്നു. നാട്ടില് ചികിത്സ കിട്ടാത്തോണ്ടേ, ചികിത്സ കിട്ടാത്തപ്പം ഒന്നും കൂടി കുട്ടി മോശത്തിലേക്ക് പോവാണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സ കിട്ടുകയാണെങ്കിൽ കുട്ടിക്ക് ഏത് രീതിയിൽ മാറ്റങ്ങളാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ പറഞ്ഞത് എണീച്ചിരുന്ന് കഴുത്തുറച്ച് പിടിച്ച് നിൽക്കാനുള്ള രീതിയിൽ അവരാക്കിത്തരും. അതായത് കൊച്ചിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് മോളെ മാറ്റാൻ കഴിയും. ഈ സമയത്ത് തന്നെ കൊണ്ടുപോകണം, വൈകിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ 5 വയസ്സായില്ലേ, വൈകിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പോവാണെന്നുണ്ടെങ്കിൽ അവര് പിടിച്ചു നിക്കാന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മോളാ ഉള്ളത്? നിങ്ങൾക്ക് പ്രസവമൊക്കെ നോർമൽ പ്രസവമായിരുന്നില്ലേ? നോർമലായിട്ട് പ്രസവിച്ച മോള് നോർമലായിരുന്നു. വാക്സിൻ എടുത്തിട്ട് അപസ്മാരം വന്നിട്ട് തളർന്നു പോയതാണ്. വാക്സിനേഷൻ എടുത്തേമ്പാട് അപസ്മാരം വന്നു. ഫുൾ ടൈം ഇങ്ങനെയാണ് മോള്? ഫുൾ ടൈം ഇങ്ങനെയാ, കിടന്ന കിടപ്പ് തന്നെ. മൂത്രമൊഴിക്കലും ഇതൊക്കെ എന്താ പറയാ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് നിങ്ങളെ സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞത് കേട്ടിട്ട് ഏകദേശം 40,000 രൂപയാണ് ഒരു മാസത്തിൽ വേണ്ടത്. ഇപ്പൊ ആരെങ്കിലും എന്താ പറയാ ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നിർത്തി വെച്ചിട്ടുള്ളതാണോ? അതെ, ഇപ്പൊ നിർത്തി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് പോണെങ്കിൽ ഒരു എമൗണ്ട് ആവാതെ മൈസൂർ പോവാൻ പറ്റില്ല. 5-6 വർഷത്തോളം ചുരുങ്ങിയതെങ്കിലും അവിടെ ചികിത്സ ചെയ്യണം അല്ലേ? ഓക്കെ, നിങ്ങളുടെ ഫാമിലി മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫാമിലി എന്ന് പറയാൻ എന്താ പറയാ, ഒരുപാട് ആദ്യം എല്ലാരും സഹായിച്ചിരുന്നു. പിന്നെ ഇപ്പം എല്ലാവർക്കും എപ്പോഴും ഒന്നും സഹായിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നിങ്ങളുടെ ഭർത്താവ്? ഭർത്താവിന് പിന്നെ സോറിയാസിസ് ബാധിച്ചിട്ട് ശരീരം മുഴുവനും
പൂർണ്ണമായിട്ടുണ്ട്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് കാലില് വാദം വന്നിട്ട് കാലിലും ബോഡി മുഴുവനായിട്ട് വേദനയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആളെവിടെയായിരുന്നു ആദ്യം ജോലി? ആള് വയനാട്ടിൽ തന്നെയായിരുന്നു. ഇങ്ങനെ പച്ചക്കറി കടയൊക്കെ ആയിട്ട് അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ പോവായിരുന്നു. ഇപ്പൊ ഒന്നിനും പോകാൻ കഴിയുന്നില്ല? പോകാൻ കഴിയുന്നില്ല. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലും പിന്നെ ഊരൊക്കെ നീര് വെച്ചിട്ട് വേദനയാണ്, കാലൊക്കെ വേദന ഫുള്ളായിട്ട്, ശരീരം മുഴുവനും സോറിയാസിസ് ആണ്. ആണല്ലേ? ഓക്കെ. നിങ്ങള് കുട്ടീനെ എടുത്ത് നടക്കലുണ്ടോ? എങ്ങനെയാ? ഞാൻ എടുത്തിട്ട് തന്നെ നടക്കുക. എടുത്ത് നടക്കുക. ഇപ്പൊ 5 വയസ്സായത്? ഓ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഒരു എമൗണ്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു എന്താ പറയാ നല്ല ട്രീറ്റ്മെന്റ് കുട്ടിക്ക് കൊടുക്കാൻ കഴിയും. അതാണല്ലേ ആവശ്യം? കാരണം മോളെ പോലത്തെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മൈസൂരുണ്ട്, ചികിത്സിച്ച് ഭേദമായിട്ടുണ്ട്. അപ്പൊ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റുള്ളൂ. എന്നോട് ഈ സംസാരിക്കുന്നത് അസ്നയാണ്. പഠിക്കാൻ മിടുക്കിയായ LLBക്ക് 2ാം വർഷ വിദ്യാർത്ഥി. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ മുമ്പിൽ വന്ന് മകളുടെ കാര്യം പറയേണ്ടി വരില്ലായിരുന്നു. അവൾക്ക് മറ്റൊരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ. ഫിറോസ് അസ്ന ദമ്പതികളുടെ ഏക മകളാണ് ഈ മുത്തുമോൾ ഹെൻസ മെഹർ. പറഞ്ഞതുപോലെ കുട്ടിയുടെ 6ാം മാസത്തിൽ തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ താളം തെറ്റൽ. ഈ മുത്തുമോൾ ഒന്ന് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടും. നമ്മുടെ മക്കളെപ്പോലെ സ്കൂളിൽ പോയി മദ്രസയിൽ പോയി ഓടി നടക്കേണ്ട ഹെൻസ കഴുത്തുപോലും ഉറക്കാത്ത പാൽപുഞ്ചിരിയോടെ ഈ ബെഡിലാണ്. ഈ മുത്തുമോളെ കാണുമ്പോൾ കൽബ് പൊട്ടുന്നുണ്ട് നമുക്ക്. ഈ പൂമോൾക്ക് 5 വയസ്സായി. കുറച്ച് വർഷം അവളെ ചികിത്സിച്ചാൽ അവൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. 40,000 രൂപയോളമാണ് ഒരു മാസം അവളുടെ ചികിത്സയ്ക്ക് വേണ്ടത്. നിത്യചിലവിന് പോലും ഈ കുടുംബത്തിന് മാർഗമില്ല. ഇവൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കണ്ടേ? ഇവൾക്കൊന്ന് പുറം ലോകം കാണണ്ടേ? ഇവളുടെ പ്രായത്തിലുള്ള കുട്ടികളോടൊത്ത് ഒന്ന് കളിച്ച് ചിരിക്കണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായാൽ അസ്നയുടെ മാതാവിൻ്റെ പഠനം പൂർത്തിയാക്കാം. ഇത് നമുക്കുള്ള പരീക്ഷണമാണ്, നമുക്ക് ഓരോരുത്തർക്കുമുള്ള പരീക്ഷണമാണ്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്ക്. അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. മോളെ എന്ന് വിളിക്കുമ്പോൾ അവൾ പുഞ്ചിരി തൂകുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങളുടെ മുമ്പിൽ അവൾ കൈനീട്ടുകയാണ്. അവളെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് കഴിയാവുന്നത് ഈ കുടുംബത്തിന് കൊടുത്ത് അവരെ നമ്മൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടുത്താം. ഈ മുത്തുമോളെ മൈസൂരിലാണ് ഇവരുടെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഇപ്പോൾ ഇനി വൈകാതെ കൊണ്ടുപോയാൽ കുറച്ച് വർഷത്തിനുള്ളിൽ ഇവളെ മാറ്റിയെടുക്കാമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഹെൻസമോളുടെ ബാപ്പയാണ്. സോറിയാസിസ് ബാധിച്ച് അവരുടെ ശരീരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ദിവസം പോലും ഇപ്പോൾ ഈ മനുഷ്യന് ജോലിക്ക് പോവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സുമനസ്സുകളുടെ മുമ്പിൽ ഇവർ ഇതുപോലെ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ അത്യാവശ്യമാണ്. ശരീരമാസകലം ഇതുപോലെയാണ് ഉള്ളത്. ഈ കുടുംബത്തിനെ സഹായിക്കുക നമ്മുടെ. ഇത് നിങ്ങളെ വീടല്ലോ? അല്ല, നിങ്ങള് കുട്ടീനെ കാണിക്കാൻ വന്നപ്പോ? കുട്ടീനെ ഞങ്ങള് ബാങ്കിലേക്ക് വന്നപ്പോ അങ്ങനെ പിന്നെ ഇങ്ങോട്ട് അവരെ പിന്നെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അത് ശരിയാ. നിങ്ങളെ വീട് എവിടെയാണ്? ഞങ്ങളെ വീട് പിന്നെ പൊഴുതന വേങ്ങാത്തോട് എസ്റ്റേറ്റിലാണ്, പാടിയിലാണ് അല്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്താണെങ്കിലും നമുക്ക് എന്താ പറയാ പ്രാർത്ഥിക്കാം. സുമനസ്സുകൾ എന്താണെങ്കിലും നമ്മളെ സഹായിക്കാതിരിക്കില്ല. പഠിച്ചോന് ഇത് നമുക്കൊരു പരീക്ഷണമായിരിക്കാം ഇൻഷാ അല്ലാ. പ്രിയമുള്ളവരെ, ഒരു റീൽസ് വീഡിയോ കണ്ട് തള്ളുന്നത് പോലെ നിങ്ങൾ തള്ളിക്കളയല്ല. ഹെൻസമോളുടെ കണ്ണിലേക്കും മുഖത്തേക്കും ഒന്ന് നോക്ക്. നമ്മുടെ മക്കളൊക്കെ ഓടിക്കളിക്കുന്നത് പോലെ ഇല്ലെങ്കിലും അവൾക്ക് ഇവിടെ നിന്നൊന്ന് എഴുന്നേൽക്കണം. അതിന് കുറച്ച് വർഷത്തെ ചികിത്സ അനിവാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നവരറിയുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഈ പാവം കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് നാട്ടിലെ ചെറുപ്പക്കാർ ഇവരെ ചെറിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മളൊന്ന് എത്തിച്ചേർന്ന് പിടിച്ചാൽ ചിലപ്പോൾ ആ കുട്ടി ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് നടക്കാൻ സാധിക്കും. അവൾക്ക് ആവശ്യമായ അവരുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ നിക്ഷേപിച്ചു കൊടുക്കണം.
100 രൂപയെങ്കിൽ 100 രൂപ പടച്ചിറബ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.